കുട്ടീസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഫ്രഷായി കാട്ടാനെ കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇതുവരെ ഒരു കാട്ടാനെയും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളിതിൽ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി പണിയുന്നത് പറഞ്ഞല്ലോ, അപ്പോൾ രാവിലെ തന്നെ ഡ്രൈവർ വണ്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് വേറൊരു വണ്ടിയും കിട്ടിയായിരുന്നു കേട്ടോ. വാൾപ്പാറ പോകുന്നവരെ ഞങ്ങൾക്ക് ആ ഒരു വണ്ടി യൂസ് ചെയ്യാൻ തന്നായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ റൂമിൻ്റെ അടുത്തുള്ള ഒരു ചായ തട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വണ്ടി കയറിയായിരുന്നു കേട്ടോ. വണ്ടി അടിപൊളി ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയിട്ടുള്ളത് വാഴശ്ശിലാട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഇവിടെ കുളിക്കാൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടപാടെ എൻ്റെ ഷൂസും എല്ലാം ഊരി കുളിക്കേണ്ട ഡ്രസ്സെല്ലാം എടുത്ത് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് പറയുന്നത് ഇവിടെ കുളിക്കാൻ ഇറക്കത്തില്ല എന്ന് കേട്ടോ. പിന്നെ എല്ലാം വാരി കെട്ടി തിരിച്ച് വെച്ചായിരുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പാർക്കിലാട്ടോ പോയത്. അവിടെ കുട്ടീസിനെയൊക്കെ കളിക്കാനുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിരുന്നു കേട്ടോ. ഇവിടെ ചുറ്റും അടിപൊളി എന്താ പറയുക സീനറി ആട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സീനറിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളിയാട്ടോ. അപ്പോഴാണ് ദേ ഈ ഒരു കാര്യം കണ്ടത് കേട്ടോ. കുഞ്ഞു പപ്പിയെ ബേഗിലിട്ടുകൊണ്ട് വരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി എന്നതിന് ശേഷം പിന്നെ ദേ ഈ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങളെ +2 ടൂറാട്ടോ. ഞങ്ങൾക്ക് ഓർമ്മ വന്നത് കാരണം ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസും എല്ലാം എടുത്തു. ഞാൻ ഇപ്പോൾ അതൊക്കെ തപ്പി നോക്കിയിട്ടൊന്നും എൻ്റെ ഗാലറിയിലൊന്നും ഇല്ല കേട്ടോ. ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ നിരനിരായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതും അടിപൊളി. ആ ഒരു ടൈമൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ ശരിക്കും എല്ലാവരും മിസ് ചെയ്യാം കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ +2 ടൂർ വിത്ത് ഗേൾസ് ഗാങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു കേട്ടോ. ശരിക്കും പറയാമല്ലോ, ഞങ്ങളത് ബോയ്സും ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഞങ്ങൾ ആ ഒരു ഗേൾസ് ഗാങ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു ഞങ്ങൾ ശരിക്കും ആ ഒരു ഗ്രൂപ്പ് തന്നെ വന്നത് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട്സിന് മിക്കവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞങ്ങളിതേ വെള്ളത്തിലൊന്നും ഇറക്കാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കയറിയായിരുന്നു. അത്രയ്ക്കും വെയിലായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയായിരുന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വാൾപ്പാറയ്ക്കാണ് കേട്ടോ. കാട്ടിലൂടെ വേണം പോവേണ്ടത്. അപ്പോൾ ഇതേ ഞങ്ങൾ ആതിരപ്പള്ളി ഇറങ്ങുന്നില്ല കേട്ടോ. കുറേ ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫാളിൽ ഇറങ്ങുന്നില്ല. നേരെ നമ്മൾ വാൾപ്പാറ പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കാടിലൂടെയുള്ള യാത്രയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു വന്യജീവികളെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വാൾപ്പാറ എത്തുകയായിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഫുൾ തേയിലപ്പാടങ്ങളായിരുന്നു കേട്ടോ. ഇത് മാത്രമേ ഞങ്ങൾ വാൾപ്പാറ എത്തുന്നവരെയും കണ്ടിട്ടുള്ളായിരുന്നു. അത്രയ്ക്കും ഈ ഒരു തേയില കൃഷിയായിരുന്നു. ഇനി കാണുന്നതാട്ടോ ഷോളയാർ ഡാം. ഇവിടെ തന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇറങ്ങാൻ ഒരു താല്പര്യമില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ചൂടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. അതുകൊണ്ട് തന്നെ ആർക്കും ഇറങ്ങാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ദേ ഈ പോകുന്ന വഴിക്കൊക്കെയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ. ദേ ഇതുപോലത്തെ കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടെ വാൾപ്പാറ എത്തിയായിരുന്നേ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ മാർക്കറ്റിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിലാട്ടോ കയറിയത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഡ്രൈവർ സജസ്റ്റ് ചെയ്ത ഹോട്ടലായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഞാനെക്കുട്ടി നല്ല തകൃതിയായിട്ട് വാഴയിൽ വെള്ളമൊക്കെ വെച്ച് തുടച്ച് കളയാണ്. ഞാൻ ദേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക കേട്ടോ ഫുഡ് കൊണ്ടുവരാൻ നേരത്ത്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബ്രോ ഞങ്ങൾ ടേബിളിൽ നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഓരോന്നും ഇങ്ങനെ തീരുന്നതനുസരിച്ച് കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ നമ്മുടെ ഊണിന് സാപ്പാടെന്നാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അപ്പളം ഇതെല്ലാം കുറച്ച് അവിടെ എത്തിയതിന് ശേഷം മനസ്സിലാക്കിയതാണ് കേട്ടോ. ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ദേ ഇവിടെ ബാക്കിയുള്ളവർക്ക് ഈ വെജ് മീൽ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വന്നവരൊക്കെ കുറച്ച് പേര് ഈ ചിക്കൻ 65 ഒക്കെ മേടിച്ചിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്ത് പോയ വെജ് മീലാട്ടോ അധികവും പ്രിഫർ ചെയ്യാറ്.
അങ്ങനെ ഞങ്ങളിതേ ഓരോരുത്തരായിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങുകയാണ്. നൈനക്കുട്ടി പിന്നെ അതേ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നൈനക്കുട്ടി അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുട്ട പൊരിച്ചതൊക്കെ കൊണ്ടുതരും, അതുപോലെ തന്നെ തൈര് വേണമെങ്കിൽ ചോദിച്ചാൽ കൊണ്ടുതരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചു കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇതിന് ശേഷം ഇനി നമ്മൾ നേരെ ഇവിടുത്തെ മാർക്കറ്റ് കാണാൻ വേണ്ടി പോകുക കേട്ടോ. പക്ഷേ നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ ഫുൾ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പോവേണ്ടതൊന്നും ഉപേക്ഷിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നല്ല വെയിലായിരുന്നു, അതിൻ്റെ കൂടെയുള്ള മഴ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി നമുക്ക് റൂം നോക്കിയാട്ടോ പോകുന്നത്. ഇവിടെ 2-3 റൂമൊക്കെ ചോദിച്ചപ്പോഴേക്കും നല്ല റേറ്റ് ആയിരുന്നു. വാൽപ്പാറ വരെ ആയിരുന്നു കേട്ടോ നമ്മൾ വണ്ടിയും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് പോകാനും ടൈം ആയിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങളുടെ വണ്ടി വരുന്ന ഒരാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കുടുംബ സ്നേഹമാണ് കേട്ടോ. ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് കളിയൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും നമ്മൾ ട്രാവലർ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ നേരെ ഫസ്റ്റ് ഒരു റൂം നോക്കാൻ വേണ്ടി പോയട്ടോ. ഈ പോകുന്ന വഴിക്കെല്ലാം അടിപൊളി കാഴ്ചകളാട്ടോ. അതേ നല്ല സൺസെറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ. പക്ഷേ നമ്മുടെ റൂം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു സൗകര്യമില്ല കേട്ടോ, വലുതായിട്ട് ഒരു സൗകര്യമില്ല. പിന്നെ അതേ വേറൊരു റൂം കാണാൻ വേണ്ടി കേട്ടോ മാമതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഞങ്ങളതേ ഇവിടെ നിന്ന് ഈ ഒരു പൂവൊക്കെ ആയിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അതിന് മാമ റൂമൊക്കെ നോക്കിയിട്ട് വന്നു. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ നേരെ മൂന്നാർ പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ചായിരുന്നു. നേരെ ഞങ്ങൾ മൂന്നാറാട്ടോ പോകുന്ന വഴിക്ക് ഒരു പമ്പിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ഞങ്ങൾ എല്ലാവരും ഫുൾ ഓൺ ആയി കേട്ടോ. ഫുൾ നൈറ്റ് കാട്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി മൃഗങ്ങളെയൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഫുൾ അടിച്ച് പൊളിച്ചാട്ടോ പോയത്. പകുതി വഴി എത്തിയപ്പോഴേക്ക് എല്ലാവരും മിക്കവരും നല്ല ടയർഡായിരുന്നു കേട്ടോ, ഞാൻ ഉൾപ്പെടെ. കാലൊന്നും നീട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മൂന്നാർ എത്തിയത് റോഡിൻ്റെ സൈഡിലൊക്കെ കയറി കിടക്കട്ടോ. അതിൻ്റെ ഫോട്ടോസ് ലാസ്റ്റ് കാണിച്ചു തരാവേ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുതേ.